കേരള സാഹിത്യ അക്കാദമി 1988 സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രഥമ ചെറുകഥാ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന്റെ കൂട്ടായ്മയായ സമന്വയ സാഹിത്യവേദിയുടെ ഉദ്ഘാടനം, പുസ്തക പ്രകാശനം, പ്രഭാഷണം എന്നീ പരിപാടിയിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികൾക്കും മാന്യ സുഹൃത്തുക്കൾക്കും പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വീണ്ടും നമസ്കാരം. ആദ്യമായി സമന്വയ പ്രസിഡന്റും നോവലിസ്റ്റും വർഷങ്ങളായി സാഹിത്യ സാംസ്കാരിക രംഗത്ത് വിളങ്ങി നിൽക്കുകയും യാത്രാ വിവരണങ്ങളിലൂടെ നമ്മെ പല സ്ഥലങ്ങളെക്കുറിച്ച് അറിവ് തരികയും ചെയ്യുന്ന PRK എന്ന PR കൃഷ്ണൻകുട്ടി ഈ പരിപാടിയിലെ അധ്യക്ഷ പദവിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ മേൽക്കൂരയിലൂടെ യാത്ര എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത് നമുക്ക് ഏറെ പരിചിതനും പ്രിയപ്പെട്ടവരും കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ ശ്രീ അശോകൻ ചെരുവിലാണ്. അദ്ദേഹം ചെറുകഥാകൃത്തും നോവലിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനുമാണ്. 2024 വയലാർ പുരസ്കാര ജേതാവ്, ചെറുകാട് പുരസ്കാരം, ഇടശ്ശേരി പുരസ്കാരം, പത്മരാജൻ പുരസ്കാരം തുടങ്ങി അനവധി പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. PRK ചേർന്നതിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങി സംസാരിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന നഫീസത്ത് ബി. അവർ എഴുത്തുകാരിയാണ്, പ്രഭാഷകയാണ്, സൈക്കോളജിസ്റ്റാണ്, അതിലുപരി എൻ്റെ നല്ലൊരു സുഹൃത്തു കൂടിയാണ്. ജിതിൻ ഉദയകുമാറിൻ്റെ രക്തസാക്ഷിത്വം എന്ന പുസ്തകം ഏറ്റുവാങ്ങി സംസാരിക്കുന്നത് B. ജോസ് കുട്ടിയാണ്. രണ്ടുപേരും പ്രശസ്ത കഥാകൃത്തുക്കൾ തന്നെയാണ്. അടുത്തതായി ഇവിടെ പുസ്തക പ്രകാശനം ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് എൻ്റെ സുഹൃത്തും കോളേജ് മേറ്റുമായ CK രാധാകൃഷ്ണൻ്റെ ഒരു ക്യാമ്പസ് പ്രണയത്തിൻ്റെ ഓർമ്മകൾ എന്ന പുസ്തകമാണ്. ശ്രീ രാധാകൃഷ്ണൻ കേരള വനവികസന കോർപ്പറേഷനിൽ നിന്നും കഴിഞ്ഞ വർഷം വിരമിച്ചു. 6 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സാഹിത്യ സാംസ്കാരിക രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങി സംസാരിക്കുന്നതിന് പ്രിയപ്പെട്ട ശ്രീജ നടുവത്തെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. എഴുത്തുകാരിയും പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിൻ്റെ പ്രധാന സംഘാടകയും കൂടിയാണ് ശ്രീജ. കൂടാതെ എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ്. രണ്ടുപേരെയും ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ദയാനന്ദൻ്റെ വിഷ്വലകളുടെ വിഹാരഭൂമി എന്ന പുസ്തകമാണ്. അത് പ്രകാശനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടവനും എൻ്റെ സുഹൃത്തുമായ UK സുരേഷ് കുമാറാണ്. കഥാകൃത്ത്, ദൂരദർശൻ അവതാരകൻ, ഗാനരചയിതാവ്, കലാസ്വാദകൻ, പ്രാസംഗികൻ, വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകനുമായ അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്തു. വയലാർ 50ാം ചരമവാർഷികം സ്മൃതി. അടുത്തതായി ഈ പ്രഭാഷണം നടത്താനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഡ്വക്കേറ്റ് പത്മകുമാർ എൻ്റെ സുഹൃത്തും കോളേജ് മേറ്റും സമന്വയയുടെ വൈസ് പ്രസിഡന്റുമാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. വേറിട്ട ചിന്തകൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നതിനായി ഗ്രീൻ ന്യൂസിൻ്റെ സർവനാടി എഡിറ്ററും മലയാള സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് എഴുതിയിട്ടുള്ള ശ്രീമതി ശോഭയെ ഈ വേദിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. സാഹിത്യവും അനുഭവവും എന്ന വിഷയത്തിൽ അടുത്തതായി CWC ചെയർമാൻ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായ MV മോഹൻ സാറിനെ ഭാഗമായി സ്വാഗതം ചെയ്യും. അടുത്തതായി ആശംസകൾ പറയുന്നത് മലയാള സാംസ്കാരിക ട്രസ്റ്റ് ചെയർമാനും ഞങ്ങളുടെ കോളേജ് മീറ്റും എല്ലാവർക്കും പ്രിയപ്പെട്ടവരുമായ അഡ്വക്കേറ്റ് ഗിരീശനാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. NS ലൈബ്രറി കുറുക്കഞ്ചേരി സെക്രട്ടറിയായ VG സുരേഷിനെയും ഈ പരിപാടിയിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകൾ പറയാനെത്തിയ സുനിൽകുമാർ, PR സുരേഷ്, VG NB, അനീഷ് കലാമണ്ഡലം എന്നിവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മലയാളം ചെറുകഥാ രചനയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ച ശിവാനി OS എന്ന കൊച്ചു എഴുത്തുകാരിയെ ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ആദരവ് നൽകുന്നത് സമന്വയ മുൻ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണനാണ്.
രണ്ടുപേരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് കെ.ആർ. ഇന്ദ്രനാണ്. അദ്ദേഹത്തിനെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതിലുപരി ഈ പരിപാടി വൻ വിജയകരമാക്കി തീർക്കുന്നത് ആസ്വാദകരായ സദസ്സിലുള്ളവരാണ്. വിലയേറിയ അവരുടെ ഈ സമയം ഈ പരിപാടിക്ക് വേണ്ടി നീക്കിവെച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പരിപാടി ഇത്രയും ഭംഗിയായി നടക്കുമായിരുന്നില്ല. അതിനാൽ ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി എത്രയും ഗംഭീരമാക്കി തന്ന നിങ്ങളോരോരുത്തരെയും എൻ്റെ പേരിലും സമന്വയൻ്റെ പേരിലും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി.